നമസ്കാരം, ഞാൻ ഡോക്ടർ അശ്പൂർ ജേക്കബ്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഫാറ്റി ലിവറിനെ കുറിച്ച് സംസാരിക്കാം. 20 to 30 വയസ്സുള്ള ആൾക്കാരിൽ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ജീവിതശൈലിയുടെ ഭാഗമായിട്ട് വരുന്ന ഒരു അസുഖമാണ് ഫാറ്റി ലിവർ. നമ്മുടെ ലിവറിലെ കോശങ്ങളിൽ അമിതമായ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന അവസ്ഥയാണ് നമ്മൾ ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. നോർമലി ഉണ്ടാകുന്ന കൊഴുപ്പിനേക്കാളും 5% ഉള്ള കൊഴുപ്പിന്റെ അളവ് വർധനവിനെയാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. ഇത് ആരംഭത്തിൽ തന്നെ പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും കാണിക്കാത്ത ഒരവസ്ഥയാണ്. ചിലർക്കെങ്കിലും നെഞ്ചെരിച്ചിൽ, അതോടൊപ്പം തന്നെ വയറിന്റെ വലതുവശത്ത് വേദന, ഭാരമുള്ളതുപോലെ അനുഭവപ്പെടുക, ഗ്യാസ് ട്രബിൾ, ഇൻഡൈജഷൻ, വിശപ്പില്ലായ്മ, ഭക്ഷണത്തോട് താല്പര്യക്കുറവ് ഇവയെല്ലാമാണ് ചിലർക്കെങ്കിലും കാണിക്കുന്ന ലക്ഷണങ്ങൾ. ഇത് തിരിച്ചറിയാനായി USG ഓഫ് അബ്ഡോമൻ അഥവാ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ആണ് ചെയ്യേണ്ടത്. ഈ ഒരു അവസ്ഥ ആരംഭത്തിൽ തന്നെയാണെങ്കിൽ നമ്മൾക്ക് മരുന്നിന്റെ ഉപയോഗങ്ങളൊന്നും ഇല്ലാതെ തിരിച്ചു കൊണ്ടുവരാവുന്ന ഒന്നാണ്. പ്രത്യേകിച്ച് എക്സസൈസുകളും അതോടൊപ്പം തന്നെ ജീവിതശൈലിയും കൊണ്ട് എപ്പോഴും നമ്മൾ കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങൾ, അതായത് എപ്പോഴും ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ പുറമേ നിന്നുള്ള ഭക്ഷണങ്ങളായിരിക്കും കൂടുതൽ കഴിക്കുക. ഈ ഒരു ഭക്ഷണം നമ്മുടെ ആമാശയത്തിൽ ചെന്ന് അത് പ്രോപ്പറായി ദഹിക്കാതെ വരുമ്പോൾ അതിന്റെ കോംപ്ലിക്കേഷൻ ആയിട്ടാണ് ഫാറ്റി ലിവർ ഉണ്ടാകുന്നത് എന്നാണ് ആയുർവേദം പറയുന്നത്. അപ്പോൾ പുറമേ നിന്നുള്ള ആഹാര പദാർത്ഥങ്ങൾ കംപ്ലീറ്റ് ആയിട്ടും അവോയ്ഡ് ചെയ്യുക. എപ്പോഴും ദഹിക്കാൻ എളുപ്പമുള്ള ആഹാര പദാർത്ഥങ്ങൾ കഴിക്കുക. എക്സസൈസ് നന്നായി ചെയ്യുക. ഡിന്നർ എപ്പോഴും ഒരു 7:30 മുൻപ് തന്നെ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ആയുർവേദത്തിൽ പറയുന്ന എതിർവികാരമായ ഫാറ്റി ലിവറിനെ ചികിത്സിക്കാൻ ജഠരാഗ്നി വർധനമായിട്ടുള്ള ചികിത്സകൾ, അതായത് ഡൈജസ്റ്റീവ് ഫയറിനെ കറക്റ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ കഫ ദോഷത്തിന്റെയും മേധോധാതു ശമനമായിട്ടുള്ള ഔഷധങ്ങളും യകൃതിന്റെ അഥവാ ലിവറിന്റെ പ്രവർത്തനം പുനഃസ്ഥാപിക്കുന്ന രീതിയിലുള്ള ഔഷധങ്ങളും നമ്മൾ സേവിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ഇൻഡൈജഷൻ വരുന്നത് മൂലം ഉണ്ടാകുന്നത് കാരണം ഇൻഡൈജഷനും കറക്റ്റ് ചെയ്യുക. ഇത്രയും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫാറ്റി ലിവറിനെ കൺട്രോൾ ചെയ്യാം.